തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളിൽ ഗൂഢാലോചനയുണ്ടെന്ന് റാപ്പർ വേടൻ. കേസ് നിലനിൽക്കുന്നതിനാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വേടൻ പറഞ്ഞു. കേസിൽ ചോദ്യം ചെയ്യലിന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വേടന്റെ പ്രതികരണം. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കും തിരക്കും കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാൻ സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ലായില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം ഒന്ന് പറയുന്നത്. അത് ഈ തിരക്കൊന്ന് കഴിയട്ടെ. ഗൂഢാലോചനയുണ്ട്, ഈ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് റാപ്പർ പറയുന്നത്. വിഷ്ണു പ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു പ്രകാശ്, ഒന്നിലധികം പരാതികൾ ഉണ്ടായിരുന്നു വേടന് നേരെ. തൃപ്പൂണിത്തുറയിലെ ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നിയമ നടപടികൾ പുരോഗമിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും. പോലീസ് ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? അഭിലാഷേ, നിരവധി പരാതികൾ വേടനെതിരെ ഉയർന്നിരുന്നു. ഇതിൽ തൃപ്പൂണിത്തുറയിലെ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വേടനെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ജാമ്യം ഉള്ളതിനാൽ തന്നെ വേടനെ വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ഗവേഷക വിദ്യാർത്ഥി നൽകിയ പരാതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇമെയിൽ വഴി ഒരു ഗവേഷക വിദ്യാർത്ഥി ഒരു പരാതി നൽകിയിരുന്നു. അതിൽ ഇപ്പോൾ മൊഴിയെടുക്കുന്നതിൻ്റെയും മറ്റു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് വേടനെ വിളിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ചോദ്യം ചെയ്യലിനായി എത്തിയപ്പോഴാണ് വേടൻ ഇത്തരമൊരു തനിക്കെതിരെ ഇത്തരം പരാതികൾ നിരന്തരമായി ഉയർന്നു വരുന്നതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചന അടക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എന്നുള്ള മറുപടി വേടൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു പരാതിയുടെ കോപ്പി പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നതും വേടനെതിരെ ഗൂഢമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിരന്തരമായി വേടനെ ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെടുത്തി വേടന്റെ ഇമേജിനെ അത് മോശമാക്കി ചിത്രീകരിക്കാനും വേടൻ ഉയർത്തുന്ന ദളിത് രാഷ്ട്രീയത്തിനെ അതിൽ നിന്ന് പിന്നോട്ടടിക്കാനുമുള്ള ഒരു നീക്കം ഇതിൽ നടക്കുന്നു എന്നുള്ള തരത്തിൽ വേടന്റെ സഹോദരനായിട്ടുള്ള ഹരി മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്തും പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വേടൻ തന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പ്രതികരിക്കാൻ തനിക്ക് ആവില്ല, കാരണം കേസടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിന്റെ എല്ലാം ഒടുക്കം ഇതിൽ വിശദമായിട്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ വിശദമായിട്ടൊരു പ്രതികരണം നടത്താമെന്നാണ് ഇപ്പോൾ വേടൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഗവേഷക വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾക്കായി ഇപ്പോൾ വേടൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇതിന്റെ മറ്റു നടപടികൾ പൂർത്തിയാക്കി പുറത്ത് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് വേടൻ. അതുപോലെ വേടന്റെ അഭിഭാഷകന്റെ ഒപ്പമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി വേടൻ എത്തിയിട്ടുള്ളത്. വേടൻ എന്ന റാപ്പർ മൊഴി നൽകാനായി എത്തിയതാണ് പോലീസ് സ്റ്റേഷനിൽ. ഗൂഢാലോചനയുണ്ട് എന്നാണ് റാപ്പർ ആരോപിക്കുന്നത്. ഇടവേള.